നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ നിന്നും എൻ.ഡി.എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി ലോക്സഭയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് പി.സി. ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. പാർലമെന്റിലേക്ക് എന്ത് സംഭവിച്ചാലും അനിൽ ആന്റണി എത്തുമെന്നാണ് പി.സിയുടെ പ്രവചനം. മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക് ആകട്ടെ മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുമെന്നും അദ്ദേഹം പരിഹസിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ ഉഷയ്ക്കൊപ്പം ഈരാറ്റുപേട്ട തെക്കേക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമായിരുന്നു മാധ്യമപ്രവർത്തകരോട് ഇത്തരത്തിൽ പ്രതികരിച്ചത്. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇന്ന് നടന്നു. അതിൽ 5 ഇടങ്ങളിൽ എൻ.ഡി.എ സംബന്ധിച്ച് ശക്തമായ പോരാട്ടമാണ്. എൻ.ഡി.എയും ഇടത് വലത് മുന്നണിയും തമ്മിലുള്ള പോരാട്ടമാണ് കാണുവാൻ സാധിച്ചത്. മണ്ഡലത്തിലെ ഭൂരിഭാഗം ക്രിസ്ത്യൻ വോട്ടുകളും അനിൽ ആന്റണിക്ക് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് പി.സി. ജോർജ് പറഞ്ഞത്. അങ്ങനെ ക്രിസ്തീയ വോട്ടുകൾ ലഭിക്കുമ്പോൾ വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പി.സിയും പങ്കുവയ്ക്കുന്നത്. പത്തനംതിട്ടയിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് രാവിലെ അനിൽ ആന്റണിയും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. മണ്ഡലത്തിൽ എതിർ സ്ഥാനാർത്ഥികൾക്കെതിരെ വലിയ ജനവികാരമുണ്ട്. അതുകൊണ്ട് തന്നെ 4 ലക്ഷം വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നാണ് അനിൽ ആന്റണി പറഞ്ഞത്. പദവിന് വിപരീതമായി ഇന്ന് രാവിലെ ഒറ്റയ്ക്കാണ് വോട്ടിടാനായി അദ്ദേഹം എത്തിയത്. ഇതിനു മുൻപുള്ള തിരഞ്ഞെടുപ്പുകളിൽ പിതാവ് എ.കെ. ആന്റണിക്കും മാതാവിനുമൊപ്പമായിരുന്നു വോട്ടിടാൻ അദ്ദേഹം എത്തിയിരുന്നത്. തന്റെ മണ്ഡലമായ പത്തനംതിട്ടയിലേക്ക് യാത്ര തിരിക്കണം എന്നുള്ള കാരണം കൊണ്ടാണ് രാവിലെ ഒറ്റയ്ക്ക് വോട്ടിടാനായി എത്തിയതെന്നാണ് അനിൽ ആന്റണി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങിയ ശേഷമാണോ രാവിലെ മണ്ഡലത്തിലേക്ക് പോകാൻ ഇറങ്ങിയത് എന്നുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചപ്പോൾ വീട്ടിൽ രാഷ്ട്രീയം സംസാരിക്കാറില്ല എന്നാണ് അനിൽ ആന്റണി മറുപടി നൽകിയത്. വ്യക്തിപരമായി ഏറെ ബഹുമാനവും സ്നേഹവുമുള്ള 2 മാതാപിതാക്കളാണ് തൻ്റേത്. ഞാൻ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനിക്കാനൊക്കെ പലരും ശ്രമിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും നന്നായി മനസ്സിലായി. മണ്ഡലത്തിൽ എൻ്റെ എതിർ സ്ഥാനാർത്ഥികൾക്കെതിരെ വലിയ ജനവികാരമുള്ളത് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കേരളത്തിലെ പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ എല്ലാ ജനങ്ങളുടെയും അനുഗ്രഹം തനിക്കൊപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. വളരെ മികച്ച ഒരു തിരഞ്ഞെടുപ്പ് ഫലം തനിക്ക് ലഭിക്കുമെന്ന് കരുതുന്നു. എൻ.ഡി.എയും അത് പ്രതീക്ഷിക്കുന്നു. രാജ്യം മുഴുവൻ ഒരു പ്രോ മോദി വേവാണുള്ളത്. അത് കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും അലയടിക്കും. എൻ.ഡി.എ ചരിത്ര വിജയം അങ്ങനെ നേടിയെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 50-55 ദിവസത്തെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിന് ശേഷം ഇന്നലെയായിരുന്നു താൻ വീട്ടിലെത്തിയത്. വളരെ സന്തോഷകരമായി തന്നെ സംസാരിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് അനിൽ ആന്റണിയും വ്യക്തമാക്കുന്നത്. എൻ.ഡി.എ കേരളത്തിൽ മികച്ച മുന്നേറ്റം അങ്ങനെ സൃഷ്ടിക്കും. മോദി അനുകൂല തരംഗം ആഞ്ഞടിക്കും. കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും അത് പ്രതിഫലിക്കുമെന്നും എൻ.ഡി.എക്ക് ചരിത്ര വിജയം കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുമാണ് അനിൽ ആന്റണി കൂട്ടിച്ചേർത്തത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.